ഇന്ത്യക്ക് തീരുവ ഏർപ്പെടുത്തിയതിനു പിന്നിൽ നല്ല ഉദ്ദേശം മാത്രം. ഉക്രൈനുമായി യുദ്ധം ചെയ്യാൻ റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലാണ് തീരുവ ചുമത്തിയത്. എന്നാൽ വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്ത സുഹൃത്തായ നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കുമെന്നും ഇരു രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ല പരിസമാപ്തിയിലെത്താൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നും ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. തീരുവ വിഷയത്തിൽ US അധികൃതർ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനം തുടരുകയാണ്. അതിനിടെയാണ് ട്രംപിന്റെ പ്രസ്താവന. ഇതോടെ തീരുവ വിഷയത്തിൽ രമ്യമായ പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യതകൾ തെളിയുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനാലാണ് ഇന്ത്യക്ക് US 50% തീരുവ ഏർപ്പെടുത്തിയത്. ഉക്രൈനുമായി യുദ്ധം ചെയ്യാൻ റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ് ഈ പണമാണ് എന്നാണ് ട്രംപിന്റെ വാദം. പുതിയ തീരുവ പ്രഖ്യാപനത്തോടെ US ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ബ്രസീലിനൊപ്പം ഇന്ത്യ ഒന്നാമതായിരുന്നു. ബ്രസീലിനും 50% തീരുവയാണ് ചുമത്തുന്നത്. ആദ്യം പ്രഖ്യാപിച്ച അധിക തീരുവ ഓഗസ്റ്റ് 7-നും പിന്നീട് പ്രഖ്യാപിച്ച 25% തീരുവ ഓഗസ്റ്റ് 27-നുമാണ് നിലവിൽ വന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ നീക്കാനുള്ള ചർച്ചകൾ തുടരുന്നുവെന്ന് പോസ്റ്റിൽ പറയുന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ ഇന്ത്യയും USഉം തുടരുന്നുണ്ടെന്ന് അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്റെ വളരെ നല്ല സുഹൃത്തായ പ്രധാനമന്ത്രി മോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ട്രംപ് കുറിച്ചു. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കുന്ന തീരുവകളുടെ നിയമസാധുതയെക്കുറിച്ചുള്ള വാദങ്ങൾ നവംബറിൽ കേൾക്കുമെന്ന് US സുപ്രീം കോടതി. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുമേൽ പിഴച്ചുങ്കമടക്കം വൻ തീരുവ ചുമത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് കീഴ്ക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരുന്നു. പ്രഖ്യാപിച്ച മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണെന്ന് US അപ്പീൽ കോടതി നേരത്തെ വിധിച്ചതിനെ തുടർന്നാണ് ട്രംപ് US സുപ്രീം കോടതിയെ സമീപിച്ചത്. അടിയന്തര സാമ്പത്തിക നിയമം ഉപയോഗിച്ച് ഏകപക്ഷീയമായ തീരുവകൾ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് അധികാര ദുർവിനിയോഗം നടത്തി എന്നാണ് US ഫെഡറൽ കോടതി ചൂണ്ടിക്കാട്ടിയത്. അധിക തീരുവ ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ അതിരൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിരുന്നു. നടപടി അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇന്ത്യ സ്വീകരിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതി വിപണി ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്ന മൊത്തത്തിലുള്ള ലക്ഷ്യത്തോടെയുമാണ്. അതുകൊണ്ട് തന്നെ US നടപടി അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ട്രംപ് തന്റെ പുതിയ നിലപാടുകൾ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഈ ആഴ്ച തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും താൻ പരിഹരിക്കും എന്ന ഒരു പ്രസ്താവന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇന്ത്യയും USഉം തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തർക്കങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഒരു ശുഭപര്യവസായിയിൽ എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെയായാലും ശരി, ഇന്ത്യയുടെ നയതന്ത്രം എന്ന് പറയുന്നത് ഏതൊരാളെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകുക എന്നത് തന്നെയാണ്. ഇടയിലുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ച് നമുക്ക് സാധിക്കുന്ന രീതിയിൽ, ഏത് രീതിയിലാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് എപ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയം തന്നെയാണ്. നരേന്ദ്രമോദിയുടെ ആ നയം ട്രംപിന്റെ പുതിയ നിലപാടിന് മുന്നിൽ വിജയം കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മസ്.